ഞാൻ പറയാൻ ആഗ്രഹിക്കുന്ന ആശയങ്ങളും അത് സ്വീകരിക്കുന്ന നിങ്ങൾക്ക് അത് മനസ്സിലാകുന്ന ഈ അകലവും തമ്മിൽ അതൊന്ന് കൃത്യമായ രീതിയിൽ ഡിഫൈൻ ചെയ്താൽ മാത്രമേ നമ്മൾ സമയം ചെലവഴിക്കുന്നതുകൊണ്ട് ഉപകാരത്തിൽ പെടുകയുള്ളൂ. ഈ ടിൻറ്റുമോൻ എന്ന് പറയുന്നൊരു കഥാപാത്രം ഇവിടെയൊക്കെ ഉണ്ടോ? ഉണ്ടോ? ആ, ടിൻറ്റുമോൻ. ഈ ടിൻറ്റുമോൻ്റെ ഒരു തമാശ പണ്ട് വായിച്ച് ഓർക്കുക. ഈ ടിൻറ്റുമോൻ ഒരിക്കലും ഇങ്ങനെ വണ്ടി ഓടിച്ചു പോകുമായിരുന്നു. ഈ വണ്ടി വളരെ വീതി കുറഞ്ഞ ഒരു പാലത്തിലെത്തി. ആ പാലത്തിൽ ഒരു സമയത്ത് ഒരു വാഹനം മാത്രമേ കടന്നു പോകുള്ളൂ. സാധാരണ നമുക്കറിയാം, വാഹനങ്ങൾ ഓടിക്കുന്നവർ, വണ്ടി ഓടിക്കുന്നവർ അങ്ങനെ വരുമ്പോൾ ആദ്യം വരുന്നവൻ എന്ത് ചെയ്യും? ലൈറ്റ് ഒന്ന് അടിച്ച് കാണിക്കും. അതിൻ്റെ അർത്ഥം എനിക്കാണ് പ്രിഫറൻസ്, ഇനി ഞാൻ പോയതിന് ശേഷം നീ കയറിയാൽ മതി. ടിൻറ്റുമോൻ വണ്ടി ഓടിച്ചു വരുമ്പോൾ എതിർദിശയിൽ നിന്ന് വന്ന ആ വ്യക്തി, അവൻ്റെ വാഹനമാണ് ആദ്യം പാലത്തിലെത്തിയത്. അവൻ എന്ത് ചെയ്തു? അവൻ ലൈറ്റ് അടിച്ച് കാണിച്ചു. ടിൻറ്റുമോൻ ഇത്തിരി തിരക്കിലായിരുന്നു. അവൻ നോക്കിയപ്പോൾ ആ കാത്തു നിൽക്കാനുള്ള ക്ഷമ അവനില്ലാതെ പോയി. അവൻ എന്ത് ചെയ്തു? അവനും നോക്കിയില്ല, അവനും പാലത്തിലേക്ക് വണ്ടി ഓടിച്ച് കയറി. ഇടയ്ക്ക് വെച്ച് രണ്ട് വാഹനങ്ങളും ബ്ലോക്കായി. ആദ്യം വാഹനം ഓടിച്ച് വന്നവൻ, സിഗ്നൽ ലൈറ്റ് കൊടുത്തവൻ, അവൻ എന്ത് ചെയ്തു? അവൻ ആർഗ്യൂ ചെയ്തു, നീയാണ് പുറകിലേക്ക് പോകേണ്ടത്, നിനക്ക് ആരാ ലൈസൻസ് തന്നെ? ട്രാഫിക് നിയമങ്ങൾ പാലിക്കാൻ നിനക്ക് ബാധ്യതയുണ്ട്. ഇങ്ങനെ വാശിയോട് സംസാരിച്ചപ്പോൾ ടിൻറ്റുമോൻ പറഞ്ഞു, നീ അങ്ങനെ മുഴുവൻ പറയണ്ട, നീ ലൈറ്റ് അടിച്ച് കാണിച്ചപ്പോൾ ഞാനും ഇവിടെ നിന്നൊരു സിഗ്നൽ കാണിച്ചായിരുന്നു. എന്ത് സിഗ്നല്? ഞാൻ വൈപ്പർ ഓൺ ചെയ്തായിരുന്നു. നീ ലൈറ്റ് അടിച്ചപ്പോൾ ഞാൻ വൈപ്പർ ഓൺ ചെയ്തു എന്ന്. വൈപ്പർ ഓൺ ചെയ്യേണ്ട കാര്യം എന്താ? ഇവിടെ മഴയില്ലല്ലോ, മഴയുണ്ടെങ്കിലല്ലേ വെള്ളം പോകാനല്ലേ വൈപ്പർ ഓൺ ചെയ്യണേ. അപ്പോൾ ടിൻറ്റുമോൻ പറഞ്ഞ്, ഏയ് വൈപ്പർ ഓൺ ചെയ്താൽ അതിൻ്റെ അർത്ഥം എന്താ? പറ്റില്ല, എനിക്ക് ആണ് ആദ്യം പോകേണ്ടതെന്നാണ് ഞാൻ കാണിച്ച സിഗ്നല്. ഇവിടുന്ന് ലൈറ്റ് വരുമ്പോൾ നിങ്ങൾ അവിടെ ഇരുന്ന് എന്ത് കാണിക്കും? എൻ്റെ അച്ഛ, ഞങ്ങൾ കുറേ ഉപദേശങ്ങളൊക്കെ കേട്ടവരാ. ആർക്കും ഇഷ്ടമില്ലാത്ത ദേശം ഉപദേശമാണ്, അല്ലേ? അച്ഛൻ ഉപദേശിക്കാൻ വേണ്ടി വന്നതല്ല. എനിക്കും നിങ്ങൾക്കൊക്കെ ഈ ലോകത്തിൽ നിർവഹിക്കാൻ ഒരു ദൗത്യമുണ്ടെന്ന്. What is that task? Okay, your task is to build a better world. Your task is to build a better world. ഒരു വ്യത്യസ്തമായ ലോകം സൃഷ്ടിക്കുക എന്ന ഒരു ദൗത്യമാണ് എനിക്കും നിങ്ങൾക്കും ഉള്ളതെന്ന്. But I answered, how? I wasn't ready. I have no arms and no legs, but I'm very thankful that I have my little chicken drumstick here. People freak out when they see me for the first time. It's so cool. I was at a water slide all by myself. Everyone obviously at the bottom of the slide is looking up and waiting for other people to come down, and here I come and they're freaking out. They're like, you know, like this. And I was so tempted to look at myself and go, what happened? You know? There were times where I sort of looked at my life and thinking, well, I can't do this and I can't do that. And you keep on concentrating on the things that you wish you had or the things that you wish you didn't have. And you sort of forget what you do have. And there's no point, I believe, in my life where I wish I had arms, legs, I wish I had arms, legs, I wish I had arms, legs, because wishing won't help. But what I've seen in life are just a couple key principles, and the first thing that I've seen is to be thankful. It's hard to be thankful, man. I tell you, when I was 8 years old, I sort of summed up my life and thought, I'm never going to get married. I'm not going to have a job. I'm not going to have a life of purpose. What kind of a husband am I going to be if I can't even hold my wife's hand? നിങ്ങൾ കാണുന്ന ഈ ചെറുപ്പക്കാരൻ നിക് വോയ്ചെക് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനാണ്. ഈ നിക് വോയ്ചെക്കിന്റെ പ്രത്യേകത എന്താ? യെസ്, he doesn't have arms. രണ്ട് കൈകളില്ല, no legs. അവന് കൈകളുമില്ല, കാലുകളുമില്ല. അവന്റെ വീഡിയോയുടെ പേരാണ്
no arms, no legs, no worries. No arms, no legs, no worries. ഇവിടെ മറിച്ച 2 arms, 2 legs, full of worries. നിക് വോയ്ചെക് 2 കൈകളുമില്ല 2 കാലുകളുമില്ലാത്തവൻ, അവൻ തിരിച്ചറിയുന്നുണ്ട് ഈ ലോകത്ത് അവന് നിർവഹിക്കാൻ ഒരു ദൗത്യമുണ്ട്. എന്താണ് ഈ ദൗത്യം? ടു ബിൽഡ് എ ബെറ്റർ വേൾഡ്. വ്യത്യസ്തമായ ഒരു ലോകം എനിക്ക് സൃഷ്ടിക്കാനുണ്ട്. ബട്ട് ദ മാൻ റിപ്ലൈഡ്, നമ്മൾ പറയും ഐ ആൻസേർഡ്. ഹൗ? എങ്ങനെയാ ഒരു വ്യത്യസ്തമായ ലോകം സൃഷ്ടിക്കുക? You should be the change which you want to see in the society. ഈ സമൂഹത്തില് നീ കാണാൻ ആഗ്രഹിക്കുന്ന മാറ്റത്തിന്റെ തുടക്കക്കാരനും തുടക്കക്കാരിയുമായി നീ മാറണം. 21st century, a century of lifelessness. ഇന്നലെ വരെ അനിവാര്യമെന്ന് കരുതിയിരുന്ന പലതും ഇന്ന് ഒഴിവാക്കപ്പെടുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ അവർ കമ്മ്യൂണിക്കേഷൻ ഇറ്റ് വാസ് ഓൾവേസ് ടൈഡ് അപ്പ് വിത്ത് സംതിങ്, കണക്റ്റഡ് ആയിരുന്നു. നൗ അവർ കമ്മ്യൂണിക്കേഷൻ ഈസ് വയർലെസ്, ടെലിഫോൺ കോഡ്ലെസ്. എൻ്റെയൊക്കെ ചെറുപ്പത്തിൽ അന്നത്തെ ഫോൺ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ കറക്കി വിളിക്കുന്ന ഫോണായിരുന്നു. അതൊരു മൂലയ്ക്ക്, എവിടെയെങ്കിലും വീടിൻ്റെ ഒരു മൂലയ്ക്ക് അതിൻ്റെ കേബിളുമായിട്ട് കണക്ട് ചെയ്ത് അവിടെ ഇരിക്കുന്ന ഫോണാണ് ഉണ്ടായിരുന്നുള്ളൂ. പിന്നെയാണ് കുത്തി വിളിക്കുന്ന ഫോൺ വന്നേ. പിന്നെ ഇപ്പോ തോണ്ടി വിളിക്കുന്ന ഫോണായി. ന്യൂജൻ ഇനി കുറച്ച് കഴിയുമ്പോൾ പേര് പറഞ്ഞാൽ മതി. ഇപ്പൊ അതിന്റെ ആപ്പ് ഇറങ്ങിയിട്ടുണ്ട്, തോണ്ടേണ്ട കാര്യമില്ല. എന്ത് ചെയ്യാം? പേര് പറഞ്ഞാൽ മതി, ഫാദർ സലീം, നേരെ ഡയൽ ചെയ്തോളൂ. Our communication, it is fast moving. Our cooking, fireless. ഇപ്പൊ നമുക്കറിയാം, ഇൻഡക്ഷൻ കുക്കറും അതുപോലെയുള്ള നൂതനങ്ങളായുള്ള സംവിധാനങ്ങളൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ വിറകടക്കി വെക്കേണ്ട ബുദ്ധിമുട്ടോ ചൂട്ടും പട്ടയും ഇതൊന്നും ആവശ്യമില്ല എന്ന്, ആർക്കും വേണ്ട. Our youth, jobless. നിങ്ങൾക്കറിയാലോ, നമ്മുടെ നാട്ടില് ഇപ്പോ അന്യ സംസ്ഥാനക്കാരെ കൊണ്ട്, അപ്പൊ ഇവിടെ എങ്ങനെയെന്ന് എനിക്കറിയാൻ പാടില്ല കേട്ടോ, കേരളത്തിന്റെ അവസ്ഥ ഞാൻ പറഞ്ഞു. 25 ലക്ഷം അന്യ സംസ്ഥാനക്കാരായ തൊഴിലാളികളാണ് കേരളത്തില് ജോലി തേടി വന്നിരിക്കുന്നത്. കേരളത്തിലെ ആകെ പോപ്പുലേഷൻ 3,33,00,000 ഉള്ളൂ. അതില് നിയർലി 10%, 25 ലക്ഷത്തോളം ആളുകൾ ഇവിടെയുണ്ട്. അത്രയും തന്നെ ആളുകൾ നമ്മുടെ ഇവിടെ നിന്ന് പുറത്തു പോയിട്ടുമുണ്ട്. എന്നാലും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ മിക്കവാറും പറയുന്നത് എന്താ? അവർക്ക് പറ്റിയ ജോലി ഇല്ല. അവർ റിലീജിയൻ ക്രീഡ്ലെസ്. മതവിശ്വാസിയാണോ? വിശ്വാസമൊക്കെ ഉണ്ട്. പക്ഷേ പല കാര്യങ്ങളെയും ഞാൻ ചോദ്യം ചെയ്യും. എന്തിനൊക്കെ ചോദ്യം ചെയ്യുക? അവർ ബിലീവ്സ്, നമ്മുടെ വിശ്വാസ സംഹിതകൾ, നമ്മുടെ ആചാര അനുഷ്ഠാനങ്ങൾ, ഒരു പക്ഷേ ക്ലെറിക്കലിസം, അച്ഛന്മാര് സിസ്റ്റേഴ്സൊക്കെ നിയന്ത്രിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ കൂദാശകൾ, ഇതൊക്കെ ഒരു പക്ഷേ ഏറ്റവും കൂടുതൽ ചോദ്യം ചെയ്യപ്പെടുന്ന ഒരു കാലഘട്ടമാണ് നമ്മുടെ ഈ കാലഘട്ടം. വൈ? വാട്ട് ഫോർ? ഹൗ? ഈ പദങ്ങളൊക്കെ നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഒരു കാലഘട്ടമാണ്. ആൻഡ് അവർ ആറ്റിറ്റ്യൂഡ് ഈസ് കെയർലെസ്. നമ്മുടെ പിള്ളേരെ കുറിച്ച് ഞങ്ങളെപ്പോലുള്ള ഓൾഡീസ് പറയുന്നൊരു കാര്യം എന്താ? എൻ്റെ അച്ഛ ഇവറ്റങ്ങ് എന്തോരം പഠിച്ചു എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? ദേ ഹാവ് മോർ ഡിഗ്രീസ് ബട്ട് ലെസ് കോമൺ സെൻസ്.
എല്ലാവരും ഭയങ്കര പഠിപ്പിസ്റ്റുകളാണ്. പക്ഷെ ഒരു കൊച്ചു സാധാരണ കാര്യത്തിന് പോലും അവർക്ക് അറിയാൻ പാടില്ല. ഇനി അറിയുന്നുണ്ടെങ്കിൽ തന്നെ അത് അംഗീകരിച്ചു തരാനായിട്ട് നമ്മുടെ ഈ ജനറേഷൻ തയ്യാറുമല്ല. അവർ റിലേഷൻഷിപ്പ് ലവ്ലെസ്. ഈയിടെ ഞങ്ങളുടെ POC-യിൽ ഞങ്ങൾ നാടകമേള നടത്തിയപ്പോൾ നാടകമേളയിൽ മത്സരിക്കാൻ ഒരു നാടകം വന്നിട്ടുണ്ടായിരുന്നു. നാടകത്തിന്റെ പേര് ഫേസ്ബുക്കിൽ കണ്ട മുഖം. ഫേസ്ബുക്കിൽ കണ്ട മുഖം. അപ്പൊ അച്ഛനും 2 മക്കളും നല്ല സുഹൃത്തുക്കളാണ്. അപ്പൊ ആ അച്ഛനും മക്കളും എല്ലാ വിഷയങ്ങളും പങ്കുവെക്കുന്നുണ്ട്. പങ്കുവെക്കുന്ന കൂട്ടത്തില് മകൻ അച്ഛനോട് പറയുന്നത്, അച്ഛാ ഇന്ന് നെറ്റിലൊരു പുതിയ പീസ് കുടുങ്ങിയിട്ടുണ്ട്. അച്ഛനോടാ പറയുന്നത്, നെറ്റില് ഒരു പുതിയ പീസ് കുടുങ്ങിയിട്ടുണ്ട്. അപ്പൊ അച്ഛൻ പറയും, ഇതെപ്പോഴും നിനക്ക് കുടുങ്ങാറുള്ളതല്ലേ, അത് ഇടയ്ക്ക് കുടുങ്ങും, ഇടയ്ക്ക് ചാടിപ്പോകും, ഇടയ്ക്ക് നീ വിട്ടുകളയും, ഇതൊരു പുതിയ വാർത്തയൊന്നല്ലല്ലോ. അപ്പൊ അവൻ പറഞ്ഞു, അല്ലല്ല, ഇത് ഞാൻ ഇത്തിരി സീരിയസാ. കാരണം 1.5 ലക്ഷമാണ് അവളുടെ സാലറി. അവള് M.Tech, മൾട്ടിനാഷണൽ കമ്പനിയിലാ ജോലി. അപ്പൊ അതുകൊണ്ട് ഇത് ഞാൻ അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പൊ അച്ഛൻ പറഞ്ഞു, സൂക്ഷിച്ചും കണ്ടൊക്കെ മതി, കാണാതെയുള്ള പ്രണയമൊക്കെയാണ്, സൂക്ഷിക്കണം. അച്ഛാ അത് ഞാൻ നോക്കിയിട്ടുണ്ട്. കുറച്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഫേസ്ബുക്കിൽ കണ്ട ആള് പെട്ടിയും കിടക്കയും എടുത്ത് നേരെ വീട്ടിലേക്ക് വന്നേക്കുക. അച്ഛനും മക്കളും നിൽക്കുന്ന സമയത്താണ് അവളുടെ വരവ്. വന്ന പാടെ ഇവളുടെ ഈ ചെറുക്കനെ കെട്ടിപ്പിടിച്ചുകൊണ്ട്, ഹായ് ഡാർലിംഗ്, എത്രയോ നാളായി നമ്മൾ കാണാൻ ആഗ്രഹിക്കുന്നു. ഇവനിങ്ങനെ പകച്ചു നിൽക്കുക. ഇവന് മനസ്സിലാവില്ല ഇത് ആരാണെന്നുള്ളത്. അപ്പൊ ഇവനിങ്ങനെ അച്ഛനും മോനും മുഖത്തോട് മുഖം നോക്കുന്നുണ്ട്. ഇപ്പോഴേക്കും അമ്മ വന്ന് നോക്കുന്നുണ്ട്. ഇവള്, എന്നെ മനസ്സിലായില്ലേ, ഇന്നലെ കൂടി നമ്മൾ സംസാരിച്ചതല്ലേ. അപ്പോഴാണ് അറിയണേ ഈ ചാറ്റ് ചെയ്തുകൊണ്ടിരുന്ന പെണ്ണാണ് ഈ വന്നിരിക്കുന്നത്. അപ്പൊ ഇവൻ പറഞ്ഞു, ഇങ്ങനൊരു മുഖം അല്ലല്ലോ ഞാൻ ഫേസ്ബുക്കിൽ കണ്ടേ, അത് ഞാൻ 17 വയസ്സുള്ളപ്പോ എടുത്ത മുഖ, ഇപ്പം 32. ഇവൻ അതോടുകൂടി പറഞ്ഞു, നോ, ഇങ്ങനെയൊരു ബന്ധം എനിക്ക് പറ്റില്ല. അപ്പൊ ഇവള് പറഞ്ഞു, നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ റെക്കോർഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്, കേട്ടോളൂ. അവൾ ഉടനെ തന്നെ അവളുടെ ലാപ്പ് ഓൺ ചെയ്ത് ഇവൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ, ഡാർലിംഗ്, നിന്നോട് എത്ര സമയം സംസാരിച്ചാലും എനിക്ക് മതിയാകുന്നില്ല, ഈ രാത്രി കഴിയാതിരുന്നെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എന്തെല്ലാം ഡയലോഗുകളാ കേൾക്കുന്നേ. ഒരു നിവൃത്തിയില്ലാത്ത ഘട്ടത്തില് അവസാനം ഇവള് പിരിഞ്ഞു പോകാൻ തയ്യാറാകാത്തൊരു സാഹചര്യമൊക്കെ വരുമ്പോ അവസാനം അച്ഛൻ പറഞ്ഞു, ഇനി ഒരു വഴിയേ മുന്നിലുള്ളൂ, ഒന്നുകിൽ എല്ലാവരും കൂടി ആത്മഹത്യ ചെയ്യുക, അല്ലെങ്കിൽ നീ ഇതിനെ സ്വന്തമാക്കിക്കോ. കുടുംബത്തിന്റെ മാനം രക്ഷിക്കാൻ അവസാനം അവൻ ആ ഒരു തീരുമാനമെടുത്ത് അതിന്റെ കാര്യങ്ങളൊക്കെ ആയിട്ട് മുന്നോട്ട് പോകുമ്പോൾ ഒരു ചേട്ടൻ കയറി വരുന്നു. ഇവനെ കണ്ട പാടെ ഈ പുതിയ താരം ഞെട്ടുന്നുണ്ട്. പിന്നീടാണ് പറയുന്നത്, 2 മക്കളുടെ അമ്മയാണ് ഇവള്, ഇവന്റെ ഭാര്യയാണ്. ഇവൻ ആക്സിഡന്റ് പറ്റി ഹോസ്പിറ്റലിൽ കിടന്ന സമയത്ത് ഇവൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോന്നിരിക്കുന്നതാണ്. ഒന്നെടുത്താൽ 2 ഫ്രീ, ഒരു ഭാര്യയ്ക്ക് 2 മക്കള് ഫ്രീ. കാലം പോയ പോക്കേ. Our relationship, it is loveless. Our attitude, careless. ഞങ്ങളെ പോലുള്ളവരൊക്കെ എപ്പോഴും വാൺ ചെയ്യാൻ ശ്രമിക്കുന്നൊരു കാര്യമുണ്ട്. ബി റെസ്പോൺസിബിൾ. ഉത്തരവാദിത്വത്തോടു കൂടെ ആയിരിക്കണം നിങ്ങൾ ഇവിടെ വ്യാപരിക്കേണ്ടത്. അതിനിപ്പോ എന്നാ, ഞാനൊന്ന് അല്പം ഒന്ന് വൈകിന്ന് വെച്ചാൽ എന്നാ കുഴപ്പം, ഞാനൊന്ന് മിണ്ടിന്ന് വെച്ചാൽ എന്താ കുഴപ്പം, ഞാനൊന്ന് പുറത്തു പോയി എന്ന് വെച്ചാൽ എന്നാ പ്രശ്നം. നമ്മളെല്ലാം വളരെ കെയർലെസ് ആയിട്ട് കാണുന്ന ഒരു വിഭാഗമാണ്. എൻ്റെ സഹോദരിയുടെ മകൻ, അവനിപ്പോൾ എഞ്ചിനീയറിംഗ് കഴിഞ്ഞു. അവൻ എല്ലാ ബർത്ത്ഡേക്കും അവന് പുതിയ ഷർട്ട് വേണം. അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബർത്ത്ഡേക്ക് ഷർട്ട് വാങ്ങാൻ ഇപ്പോൾ പാരൻസ് എടുത്തു കൊടുത്താൽ പിള്ളേരിടില്ലല്ലോ, അവർക്ക് അവരുടെ ശൈലിയാണല്ലോ അല്ലേ. അങ്ങനെ അവൻ കാശ് വാങ്ങി ഷർട്ട് വാങ്ങാൻ പോയി, വണ്ടിക്ക് ബൈക്കിന് പോയി, തിരിച്ചു വന്ന് വാതിൽ തുറന്ന് നോക്കി കഴിഞ്ഞപ്പോൾ ഇവൻ്റെ ബൈക്കിൽ ഷർട്ടില്ല. മമ്മി വന്ന്, ഇപ്പം നീ ഷർട്ട് മേടിക്കാൻ പോയി, ഷർട്ടോ, അത് വണ്ടിയുമേ ഉണ്ടായിരുന്നല്ലോ. അപ്പോഴാണ് അവൻ മനസ്സിലാകുന്നത്, പോരുന്ന വഴി എവിടെയോ ഷർട്ട് മിസ് ചെയ്തു. അവൻ അങ്ങനെ തന്നെ വണ്ടി എടുത്ത് പിന്നെയും വന്ന വഴിക്ക് തന്നെ തിരിച്ചൊക്കെ പോയി നോക്കി. കടയിൽ ചെന്ന് ചോദിച്ചു,
തിരിച്ചു വന്നു കഴിഞ്ഞപ്പോൾ മമ്മി ഇവിടെ ഇങ്ങനെ ജ്വലിച്ച് നിൽക്കണം. എവിടെയാ ഷർട്ട്? അത് പോയി. എവിടെ പോയിന്ന്? ആ, അതറിയാവുന്നുണ്ടെങ്കിൽ എന്താ എളുപ്പം, അത് പോയിന്ന്. നീ ഇത്ര ആയില്ലേ, മതി പറഞ്ഞത്. എനിക്കിപ്പോ ഞാൻ ഈ പോയ ഷർട്ട് എനിക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? ഇനി വേണ്ട, പുതിയ ഷർട്ട് എനിക്ക് വേണ്ട, കഴിഞ്ഞില്ലേ? കെയർലെസ്. ഏത്? ഒരു ഷർട്ട് വാങ്ങിയിട്ട് ബൈക്കും ഇട്ട് ഒരു 4 കിലോമീറ്റർ ഓടി എത്തുമ്പോഴേക്കും ഷർട്ട് പോയത് പോലും അറിയാതെയാണ് തിരിച്ചു വരുന്നേ. എത്ര പേപ്പർ കിട്ടാനുണ്ട്? ആ, അത് കിട്ടിക്കോളും. നീ എവിടെ എത്തി? ആ, അത് എത്തും. ഇന്ന് പിള്ളേര് ചില കാര്യങ്ങൾ എനിക്ക് ഭയങ്കര ബഹുമാനാട്ടോ. നിങ്ങൾ തോറ്റു എന്ന് ആരും പറയില്ല. പണ്ടൊക്കെ ഞങ്ങളൊക്കെ വളരെ വിഷമിച്ച് ഒരെണ്ണം പോയിട്ടുണ്ട്, ഒരു പേപ്പർ കിട്ടാണ്ടെന്നൊക്കെ വളരെ വിഷമിച്ച് പറയുമ്പോൾ നിങ്ങൾ എന്താ പറയണെന്ന്? 2 എണ്ണം കിട്ടാനുണ്ട്, 3 എണ്ണം വഴിയിലുണ്ട്, 4 എണ്ണം പഴയതിൻ്റെ ഉണ്ട്, ആകെ കൂടെ 70 പേപ്പറിൽ ഒരു 50 എണ്ണം കിട്ടാനുള്ളൂ, 20 എണ്ണം കിട്ടിയില്ലേ? വളരെ റിലാക്സ്ഡ് ആണ്. ന്യൂജൻ. ഇതൊക്കെയാണ് ആരുടെ പ്രത്യേകത? നമ്മുടെ പ്രത്യേകത. അവർ ആർഗ്യുമെന്റ്സ് ആർ ബേസ്ലെസ്. ഇങ്ങനെയുള്ള ഒരു ജനറേഷൻ നമ്മുടെ മുമ്പിലായിരിക്കുമ്പോൾ ഇവിടെ നമ്മൾ ഫേസ് ചെയ്യുന്ന വലിയൊരു ക്രൈസിസ് ഉണ്ട്. ഈ ഒരു ക്രൈസിസിനെ എങ്ങനെയാണ് നമുക്ക് നേരിടാനായിട്ട് സാധിക്കുക? ഇത് വലിയൊരു ചോദ്യമാണ്. യുവജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങളും പ്രതിസന്ധികളും അത് നിങ്ങളുടെ മാത്രമാണെന്ന് പറഞ്ഞ് ഞങ്ങൾ ആരും അതിൽ നിന്ന് മാറി നിൽക്കുന്നില്ല. മക്കളെ, നിങ്ങൾ ഒരിക്കലും തെറ്റിദ്ധരിക്കരുത്. എന്താ, ഞങ്ങളെ പോലുള്ള കുറെ ആളുകൾ വന്ന് നിങ്ങളെ കുറ്റപ്പെടുത്തുന്നു. ഈ പാരന്റൽ ഫിഗേഴ്സ് എപ്പോഴും ഈ ന്യൂജനെ കുറ്റപ്പെടുത്തുന്നു. ഇവരൊക്കെ പ്രശ്നക്കാരാണെന്ന് പറയുന്നു. നോ, നെവർ. ഈ ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ അറിഞ്ഞോ അറിയാതെയൊക്കെ ഈ സമൂഹവും അതിൻ്റെ ഒരു ഭാഗമാണ്. ഒരു ചെറിയ പങ്ക് ഞങ്ങളൊക്കെ നിർവഹിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ പ്രശ്നങ്ങളെയും പ്രതിസന്ധികളെയും ഒക്കെ ഒന്ന് അടുത്തറിയാനൊരു ശ്രമം നമ്മൾ നടത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ആവശ്യമാണ്. 58% യൂത്ത് ഡസൻ ഗെറ്റ് ഗുഡ് സ്ലീപ്പ്. 58% ഇന്ന് യുവജനങ്ങളുടെ ഇടയിൽ ശരിയായ രീതിയിൽ സ്വസ്ഥമായി ഉറങ്ങാൻ പറ്റാത്തവരാണെന്ന്. 1 out of 10 are highly stressed. 10 ഒരാളെ നോക്കിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കണേ? വല്ലാത്തൊരു സ്ട്രെസ് ഉണ്ട്. എന്താ സ്ട്രെസ്? എന്തുകൊണ്ടാണ്? പലപ്പോഴും നമുക്ക് പറ്റുന്ന വിഷയങ്ങളാകണമെന്നില്ല നാം എടുത്തിട്ടുള്ളത്. ഒരുപക്ഷെ നമ്മുടെ താല്പര്യത്തെക്കാൾ മാതാപിതാക്കളുടെ താല്പര്യം സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമ്മളൊക്കെ ബലിയാടുകളാക്കപ്പെടുന്ന സാഹചര്യവും സംഭവിച്ചേക്കാം. 1 out of 10 students are highly stressed. Last year in India we had 5,857 suicides among the students. ഇത്രയും നമ്മുടെ യുവജനങ്ങളുടെ ഇടയിൽ നടന്ന ആത്മഹത്യയാണെന്ന് പറയുമ്പോൾ what is the real reason behind? മക്കളെ, നമുക്കിന്ന് നാം സ്വന്തമാക്കേണ്ട അറിവിന്റെ മേഖലയിൽ ഏറ്റവും ആദ്യം നാം കണ്ടെത്തേണ്ടത് നമ്മെക്കുറിച്ചുള്ള വ്യക്തമായ അവബോധമാണ്. യുവജനങ്ങൾ ഇന്ന് നേരിടുന്ന വലിയ പ്രതിസന്ധിയെ കുറിച്ച് ചർച്ച ചെയ്യുമ്പോൾ നാം മനസ്സിലാക്കും ഒരു ഐഡന്റിറ്റി ക്രൈസിസ് ഉണ്ട്. എന്താണ് ഈ ഐഡന്റിറ്റി ക്രൈസിസ്? 5 questions. Who am I? Who am I? ഞാൻ ആരാണ്? Why am I here? എന്തിനാ ഞാൻ ഇവിടെ എന്നുള്ള അർത്ഥത്തിലല്ല, ഈ ഭൂമിയിലായിരിക്കുന്നത്. യുവജനങ്ങള് പഠന വിഷയമാക്കാനായിട്ട് ബെനഡിക്ട് 16 മാർപ്പാപ്പ നമുക്ക് നൽകിയ യുവജന മതബോധന ഗ്രന്ഥമുണ്ട്. ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അത്? എന്താണ് അതിന്റെ പേര്? യു ക്യാറ്റ്. വെരി ഗുഡ്, യു ക്യാറ്റ്. അതിന്റെ ആദ്യ ഭാഗത്ത് ചോദിക്കുന്നൊരു ചോദ്യം ഈ ഒരു ചോദ്യമാണ്: നാം ഈ ഭൂമിയിലായിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? എന്തിനു വേണ്ടിയിട്ടാ? എന്തിനാണോ വച്ചാ? ആർക്കോ പറ്റിയൊരു അബദ്ധം പോലെ ഇങ്ങനെ ആയിപ്പോയി. ഞങ്ങളൊന്നും പറഞ്ഞിട്ടല്ല ഞങ്ങളെ സൃഷ്ടിച്ചേ.
ചിലപ്പോഴൊക്കെ വളരെ ആവേശത്തോടെ മാതാപിതാക്കളോട് നമ്മെ പോലുള്ളവർ ചോദിക്കാറുണ്ട്, അല്ലേ? എന്തിനാണ് ദൈവം എന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്? എന്താണ് ദൈവത്തിന് എൻ്റെ സൃഷ്ടിയിലൂടെ നിർവഹിക്കാൻ ആഗ്രഹിച്ച ദൗത്യം എന്താണ്? 527 ചോദ്യങ്ങൾ അത് യുകാറ്റ് നമ്മുടെ മുമ്പിലേക്ക് വെക്കുന്നുണ്ട്, 4 ഭാഗമായിട്ട്. വിശ്വാസം, കുദാശകൾ, കൽപ്പനകൾ, പ്രാർത്ഥന. ഈ മേഖല വളരെ വ്യക്തതയോടുകൂടെ നമ്മെ പഠിപ്പിക്കുന്ന ഒരു ഭാഗമുണ്ട്. Why am I here? എന്തിനാണ് ഈ ഭൂമിയിലേക്ക് ഞാൻ അയക്കപ്പെട്ടത്? Where do I belong? എന്തിനോടാണ് ഞാൻ കൂടുതലായിട്ട് താതാത്മ്യപ്പെടുന്നത്, കൂറ് പുലർത്തുന്നത്, താല്പര്യം പ്രകടിപ്പിക്കുന്നത്? ഏത് കാര്യങ്ങളോടാണ് എനിക്ക് കൂടുതൽ ഇഷ്ടമുള്ളത്? വാട്ട് ഈസ് ദ എയിം ഓഫ് മൈ ലൈഫ്? എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം എന്ന് പറയുന്നത് എന്താണ്? And how am I going to achieve that goal? എങ്ങനെയാണ് ആ ലക്ഷ്യത്തിലേക്ക് ഞാൻ എത്തുക? ഇത് കണ്ടെത്തലാണ് നമ്മൾ പറയുന്ന ഈ റിയൽ ആയിട്ടുള്ള ഐഡന്റിറ്റി ക്രൈസിസിന്റെ ഉത്തരം, വ്യക്തിത്വ പ്രതിസന്ധി. ഇതറിഞ്ഞാൽ കുറെ കാര്യം ശരിയായി.